ഗോയിങ് ബാക്ക് ടു പോളിസി, ഗവൺമെൻറ്റിൻ്റെ പുതിയ മിനിസ്ട്രിയോടനുബന്ധിച്ച് സീനിയർ സിറ്റിസന് എന്തൊക്കെ പോളിസി റെക്കമെൻഡേഷൻസ് വേണം എന്നാണ് ഡോക്ടർ ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നിയ എനിക്കെന്നല്ല, നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാവരുടെയും ഒരു അഭിപ്രായം വരുന്നത്, ഇന്നും നമ്മളൊരു വെൽഫെയർ ആംഗിളിലാണ് സീനിയർ സിറ്റിസൻസിനെ കണ്ടുവരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളില്ല എന്നുള്ളതല്ല. കാരണം ഹിസ്റ്റോറിക്കലി നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെ ഇരുന്ന വയോജനങ്ങളുള്ള സമയം വഴിയിൽ കാണുന്ന ഭിക്ഷക്കാരും അല്ലെങ്കിൽ ഒഴിവാക്കിയ ആൾക്കാരും ഡെസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമേ സീനിയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 50-60 കൊല്ലം മുന്നേ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ വഴിയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സോഷ്യൽ ജസ്റ്റിസ് വേണമായിരുന്നു. അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വയോജനങ്ങളെയും കൂടെ നോക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് സോഷ്യൽ വെൽഫെയർ മാറി അതൊരു സോഷ്യൽ ജസ്റ്റിസ് ആണെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു. വയോജനങ്ങൾ അപ്പം സോഷ്യൽ ജസ്റ്റിസ് എല്ലാവരുടെയും റൈറ്റാണ്, പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേക റൈറ്റ് അല്ല. അതുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഇസ് ഫോർ എവറി വൺ. അപ്പോൾ ഇനി പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് കൺസേൺസ് വിൽ കണ്ടിന്യൂ. അതിലൊരു വ്യത്യാസവും വരുന്നില്ല. എന്താ പുതിയത്? അതാണ് ചോദ്യം. നമ്മൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ സോഷ്യൽ ജസ്റ്റിസും വെൽഫെയറും കുറേ സ്കീമുകൾ ഇപ്പോൾ ഉണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്, പെൻഷൻ കൂടണം, നല്ല കാര്യമാണ്. പിന്നെ അതുകൊണ്ട് കുറേ സ്കീമുകൾ വരുന്നുണ്ട്, ആ സ്കീമുകളൊക്കെ കൂടണം. കുറേ പേർ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുന്നുണ്ട്, അത് കൂടുതൽ കിട്ടണം. മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവർ അല്ലെങ്കിൽ ആശുപത്രികളിൽ കൂടുതൽ ഇവർക്ക് സൗകര്യം വേണം, ജിറിയാട്രിക് ബെഡ് വേണം. ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൻ്റെ വെൽഫെയറിൻ്റെ രൂപത്തിൽ വന്ന കാര്യമാണ്. വാട്ട് നെക്സ്റ്റ്? പുതിയ ഇത് തന്നെ നമ്മൾ വീണ്ടും വേറൊരു ഇവിടെ നോക്കാൻ തിരക്ക് കൂടിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയെന്നല്ല. അപ്പോൾ ഫിലോസഫിക്കലി വി ഹാവ് ടു ചേഞ്ച്. ഇത് എല്ലാ രാജ്യങ്ങളിലും ഈ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെൻറ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിന് 1980s ഈ വെൽഫെയർ ആസ്പെക്റ്റിലെല്ലാം കാണണമെന്ന് ഒരു തീരുമാനങ്ങളുണ്ടായത്. വിയന്ന പ്ലാൻ ഓഫ് ആക്ഷൻ പ്രിഡോമിനൻ്റ്ലി വെൽഫെയർ ആംഗിളിലാണ് കണ്ടത്. അതായത് സേവനങ്ങൾ ആവശ്യമുള്ളൊരു ജനത നമ്മുടെ മുന്നിലുണ്ട്, അവർക്ക് സേവനം കൊടുക്കണം. ആ സേവനം കൊടുക്കുന്ന ഗവൺമെൻറ് ബാധ്യതയാണ്. അപ്പം വെൽഫെയർ സ്റ്റേറ്റായി എല്ലാവരെയും കാണുന്നു. ഒരു 90s അടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായി, മാഡ്രിഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം മനസ്സിലാക്കി അതൊരു തെറ്റായ ആറ്റിറ്റ്യൂഡായിപ്പോയി. കാരണം അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവണില്ല. അങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കാണണം. വയോജനങ്ങളെ സേവനങ്ങൾ ആവശ്യമുള്ളവർ മാത്രമായിട്ടല്ല കാണേണ്ടത്, ഡെവലപ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ളവരും കൂടിയാണ്. നമുക്കൊരു സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഡു ഇറ്റ്സ് വർക്ക്. ആർക്കൊക്കെ സിറ്റിസൻസിന് വെൽഫെയർ ആവശ്യമുള്ള എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ് അവർക്ക് വെൽഫെയർ കിട്ടണം. എക്സെപ്റ്റ് പെൻഷൻ പോലുള്ള ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇവർക്കുള്ള ബാക്കി എല്ലാവർക്കും. നാളെ ഒരു വയോജനങ്ങൾക്ക് ആർക്കും ഇപ്പം നമ്മൾ 70-80 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് നോക്കേണ്ടത് ഞങ്ങളല്ല, ഈ പുതിയ വന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഏജിസമായി. അപ്പം വയോജനങ്ങളെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമോ ഒരു അസുഖം പിടിച്ച ആൾക്കാരോ ഒന്നുമല്ല. ജരാനര ബാധിച്ച ആൾക്കാർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി അതും നമ്മളും ജനങ്ങളാണ്, എല്ലാ ജനങ്ങളുടെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ വയോജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമുണ്ട്, PWD കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരാണ്, ആവശ്യമുണ്ട്, പൊതുഗതാഗതം എല്ലാം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വയോജനങ്ങൾക്കും കൂടെ ഉള്ളതാണ്. വയോജനങ്ങൾക്കായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നാളെ എല്ലാ കാര്യങ്ങളും വയോജനങ്ങളുടെ എല്ലാം ഇവരാണ് നോക്കേണ്ടത്, ഇനി വേറെ ആരുമല്ല എന്ന് വരരുത്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാവുന്നത്, ഈ ഗവൺമെൻറ് വരുന്നതിന് മുന്നേയും ഇത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. കാരണം ഞാനും അതിനകത്തൊരു ഭാഗമായിട്ടുണ്ട്. കാരണം ഈ ഇലക്ഷനിലേക്ക് തൊട്ട് മുമ്പായിട്ട് അതിന് മുന്നേയും നടന്ന കുറേ ഡിസ്കഷൻ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാലും പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. ഇതൊരു വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ ഒരു 4 ഭാഗങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഏജിസം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ സോഷ്യൽ പോളിസീസ് ഈ വയോജനങ്ങളെ ഏജിൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാൻ നോക്കുക. ഓരോ സ്കീമും ഇറങ്ങുമ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല, ഏത് ഡിപ്പാർട്ട്മെൻറ്റും
ഒരു സ്കീം വരുമ്പോൾ, ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു എൻറ്റൈറ്റിൽമെൻറ്റോ വരുമ്പോൾ ഇത് പ്രായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, പ്രായമായവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഒരു പ്രായമായിട്ടുള്ളവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന സാധനം ഇതിനകത്തുണ്ടോ, കമ്പോണൻ്റ് ഉണ്ടോ, എല്ലാ സ്കീമുകളിലും വരണം. ഒന്ന്, ഫൈറ്റിംഗ് ഏജസം, ദർ ഷുഡ് ബി അവർ പ്രൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ രണ്ടാമത്തത് ഇൻഡിവിജ്വലായിട്ട്, ഇത് നമ്മൾ ഫൈറ്റിംഗ് ഏജസ് ഒരു പോപ്പുലേഷൻ അപ്രോച്ചാണ്, എല്ലാവർക്കും ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ട പൊതു മാറ്റമാണ്. ഇനി ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് ഒരു കെയർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയണം. ഇപ്പം TLCയിൽ എനിക്ക് നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഒരു കെയർ പ്ലാൻ ഉണ്ടാക്കുന്നു. ഒരാൾ വരുമ്പോൾ ആ ആൾക്ക് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്നുള്ളതിനെ ഒരു കെയർ പ്ലാൻ TLC ഉണ്ടാക്കുന്നു. അതുപോലെ എല്ലാവർക്കും വേണം. ഇന്ന് ഷുഗറും പ്രഷറും ഒക്കെ കുറേ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നാളെ ഒരു 10 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ്, അടുത്തൊരു വർഷം, അടുത്തൊരാഴ്ച എന്താണ് കെയർ വേണ്ടുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ അതിനുള്ള രീതിയിലുള്ള ചെക്കിങ്ങും ചെക്കപ്പും വേണം. ചെക്കപ്പ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് എന്ന് മാത്രമല്ല, ഒരാളെ എല്ലാ രീതിയിലും നോക്കി ഒരു കെയർ പ്ലാൻ ഉണ്ടാവണം. ലോകാരോഗ്യ സംഘടന ICOP, അതായത് ഇൻ്റഗ്രേറ്റഡ് കെയർ ഓഫ് ഓൾഡർ പേഴ്സൺസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടാണ്. വളരെ എളുപ്പമാണ്. അത് ഇന്ത്യയിലും കൂടെ നടന്ന സ്റ്റഡീസിൻ്റെ എല്ലാം ബേസിൽ വന്നതാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്കും, ഇപ്പോൾ ആശാ വർക്കർ ആവട്ടെ, അല്ലെങ്കിൽ JPH ആവട്ടെ, അല്ലെങ്കിൽ ഒരു ആശുപത്രി, ഒരു PHCയിൽ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന സമയം ചെയ്യാവുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ഇവാലുവേഷൻ, അവർ വെയിറ്റ് ചെയ്യുവാണല്ലോ, ടോക്കൺ വരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ വയോസൗഹൃദ ആശുപത്രിയാണ്, ഇരിക്കാൻ സ്ഥലം വേണമല്ലോ. അപ്പോൾ ഇരിക്കുന്ന സമയം ആ 5 മിനിറ്റ് ഒരു ഇവാലുവേഷൻ ചെയ്യുകയാണ്. ആ ഇവാലുവേഷനിൽ നിന്ന് ഇദ്ദേഹത്തിന് അടുത്തൊരു കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. കാഴ്ച അല്പം കുറവുണ്ട്, മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. മറിഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് ഫ്രാക്ചർ വന്നാൽ സർജറിക്ക് നമ്മൾ തയ്യാറാണോ അല്ലയോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അത് റൈറ്റാണ്, എൻ്റെ റൈറ്റാണ്. എനിക്ക് ചികിത്സ കിട്ടണമെന്നുള്ള, മറിഞ്ഞു വീണ് ഫ്രാക്ചർ ആയാൽ ചികിത്സ വേണമെന്നുള്ള റൈറ്റാണ്. അതേപോലെ റൈറ്റാണ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിച്ച്, ഒരു തീ ഉണ്ടാകുമ്പോൾ അണയ്ക്കുക എന്നുള്ളതല്ല, അതിനു മുന്നേ തീ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അത് മനസ്സിലാക്കുന്നതാണ് രണ്ടാമത്തെ വിഷയം. അപ്പോൾ എല്ലാവർക്കും പ്രിവെൻറ്റീവ് കെയറിനുള്ള, മെഡിക്കൽ എന്നുള്ളതല്ല, ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചേ അല്ല, സോഷ്യൽ ഹെൽത്ത് ആവാം, മെൻ്റൽ ഹെൽത്ത് ആവാം, ഫിസിക്കൽ ഹെൽത്ത് ആവാം, സ്പിരിച്വൽ ഹെൽത്ത് ആവാം, എന്താണെങ്കിലും. അപ്പോൾ എല്ലാ ഡൊമെയിനിലും ഉള്ള ഒരു ഇവാലുവേഷൻ എല്ലാവർക്കും, അതിനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ കെയർ വേണം. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ, എനിക്ക് എൻ്റെ ഇൻഡിവിജ്വൽ കെയർ ഇന്ന് മാത്രം പോരാ, എനിക്ക് ലോങ് ടേം കെയർ ഫെസിലിറ്റി വേണം. ഞാൻ 10 വർഷം കഴിയുമ്പോൾ വേർ ആം ഐ ഗോയിങ് ടു ബി? എനിക്കിന്ന് എല്ലാം അറിയാം, എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഓർമ്മ കുറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഇമ്മ്യൂൺ അല്ല. നാളെ എനിക്ക് ഓർമ്മ കുറയുന്ന കുറച്ച് അവസരമുണ്ട്. ഓർമ്മ കുറയുമ്പോൾ അവരൊക്കെ അയാളെ പറ്റിക്കുന്നുണ്ട്. നാളെ ഞാനും അങ്ങനെ തന്നെ ആവുമോ? എന്നെ കളിയാക്കുന്നുണ്ട്, ഞാനും കളിയാക്കിയിട്ടുണ്ട്. ഇനി അത് തന്നെ ആയിരിക്കും. ഇതിനൊരു പരിഹാരം വേണം. കാരണം ഞാൻ കൂടുതലാണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിൽ 78 വയസ്സ് വരെ ജീവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഐ ആം ഓൾസോ വണ്ണം അല്ലേ? അപ്പം നാളെ ഞാൻ ആ 78ാമത്തെ വയസ്സിൽ പോകുമ്പോൾ, അല്ലെ 70-ൽ പോകുമ്പോൾ, എനിക്കൊരു ഓർമ്മക്കുറവ് വരുമ്പോൾ, സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ജീവിക്കാൻ പറ്റാതെ വരുന്ന ആ സാഹചര്യത്തിൽ ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് മീ? എനിക്ക് ഇപ്പം താമസിക്കുന്ന വീട് പറ്റില്ല, കാരണം അവിടെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ. എനിക്ക് ലോങ് ടേം, ഞാൻ മരിക്കുന്നത് വരെ അന്തസ്സോടുകൂടി ജീവിക്കാനൊരു സ്ഥലം, അല്ലെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിനുള്ളൊരു കരുതൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതാണ് മൂന്നാമത്തെ, ലോങ് ടേം കെയർ. അപ്പോൾ ആദ്യം ഏജിസം ഫൈറ്റ് ചെയ്യണം. 2, ഇൻഡിവിജ്വൽ കെയർ വേണം. ലോങ് ടേം കെയറിനുള്ള ഫെസിലിറ്റി വേണം. ഇനി ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് പറയുന്നൊരു സാധനമാണ് സമൂഹം വയോസൗഹൃദമാണ്. അതാണ് 4ാമത്തെ ഡൊമൈൻ. ഈ വയോസൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സർവീസ് കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. നമ്മൾ ഇന്ന് വരെ നമ്മളിപ്പം കഴിഞ്ഞ വർഷങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റിയോ വയോസൗഹൃദം എന്ന് പറയുമ്പോൾ അവർക്ക് കുറേ സേവനങ്ങൾ കൊടുക്കുന്ന പഞ്ചായത്തുകൾ വയോസൗഹൃദമാണ്.
കറക്റ്റാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. സേവനങ്ങൾ കൊടുക്കുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു, ഒരു വയോസൗഹൃദമാണ്. പക്ഷെ അത് മാത്രം മതിയോ? എനിക്ക് എൻ്റെ വീട് സൗഹൃദമാവണം. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ പുറത്തുള്ള സ്ഥലം, ഔട്ട്ഡോർ സ്പേസസ് എല്ലാം വയോസൗഹൃദമാവണം. എനിക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ വേണം. എനിക്ക് പൊതുഗതാഗതം വയോസൗഹൃദമാവണം. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്നെ നോക്കി കളിയാക്കല്ല, എന്നെ നോക്കി ബഹുമാനവും തന്നില്ലെങ്കിലും എന്നെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹം ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പം എന്താ റെസ്പെക്റ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഉണ്ടാവണം. എനിക്ക് അവിടെ പോകുമ്പോൾ കാഴ്ച കുറവാണെങ്കിലും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും ഓർമ്മ നിൽക്കുന്നില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? എൻ്റെ ഹെൽത്ത് കെയർ ഫ്രണ്ട്ലി ആണോ? ജിറിയാട്രിക് വാർഡ് ഉണ്ടാകുന്നതൊക്കെ സെക്കൻഡറി ആണ്. ജിറിയാട്രിക് വാർഡ് എപ്പോഴാണ് വേണ്ടുന്നത്? ജിറിയാട്രിക് വാർഡ് വരുന്ന ജിറിയാട്രിക് ഇഷ്യൂസ് വരുമ്പോഴാണ്, അല്ലാതെ വയോജനങ്ങൾക്ക് ജിറിയാട്രിക് വാർഡ് വേണ്ടല്ലോ. എനിക്ക് നോക്കുമ്പോൾ അങ്ങനെ ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഇങ്ങനെ പിന്നെ എനിക്ക് വേണ്ടുന്ന സിവിക് പാർട്ടിസിപ്പേഷനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. എനിക്ക് ഇന്ന് സുഖമില്ല, പക്ഷേ എനിക്ക് ഉള്ള അസുഖങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് വീട്ടുകാര്യം നാട്ടുകാര്യങ്ങളൊക്കെ നോക്കാനോ എനിക്കെൻ്റെ സിവിക് ഇതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് എംപ്ലോയ്മെൻ്റ് ഇല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എല്ലാവരും ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇങ്ങനൊരു 8 ഡൊമെയിനുണ്ട്. അപ്പം വയോസൗഹൃദം ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമുക്ക് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് നമ്മൾ കുറച്ച് പേർക്ക് വയോജനങ്ങളെല്ലാം കൂട്ടി ഒരു ടൂർ കൊണ്ടുപോവുക, വയോജനങ്ങൾക്കെല്ലാം കുറച്ച് വീട്ടു സാമഗ്രികളൊക്കെ കൊടുക്കുക, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്നേഹമായിട്ട് സംസാരിക്കുക, എല്ലാം ശരിയാവുമെന്ന് തോളത്ത് തട്ടി പറയുക, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുക, ഇതെല്ലാം പറയുമ്പോൾ ഇതൊരു വയോസൗഹൃദമാണ്. പക്ഷെ അത് മാത്രമാണോ? ഇപ്പം നമ്മളൊരു പുതിയ അതിനായൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് മാത്രം പോരാ, നമ്മൾ പൂർണ്ണമായിട്ടും ഒരു വയോസൗഹൃദ കേരളമായി മാറാനുള്ള തുടക്കമാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം ഒരു തരത്തിൽ നമ്മളൊരു പൊളിറ്റിക്കൽ വില്ലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത്. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, എനിക്കൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ പേടി ഇപ്പം ഇല്ല, മാറുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ നാളെ ഒരു 70 വയസ്സാകുമ്പോൾ അല്ലെ 60, 65, 55 എപ്പോഴാണോ എൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുമ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം, ഒരു ലീഗൽ സിസ്റ്റം, ഒരു ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. അപ്പം നല്ല കാര്യമാണ്. അപ്പം ഇത് ഈ തരത്തിലും കൂടെ ആലോചിച്ച് ഈ 4 ഏരിയയും മനസ്സിലാക്കിക്കൊണ്ട് വയോസൗഹൃദം എന്താണെന്നുള്ള അതിൻ്റെ കറക്റ്റ് അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പദ്ധതികൾ വരണം. ദാറ്റ്സ് വെരി ഇൻസൈറ്റ്ഫുൾ ആക്ച്വലി. നമ്മളിപ്പോൾ 8 ഡൊമൈൻ്റെ കാര്യം പറഞ്ഞു, 4 പോയിൻറ്റ് പോളിസി റെക്കമെൻഡേഷനിൽ 4 പോയിൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടി പറഞ്ഞു. ഫൈറ്റിംഗ് ഏജസും, പിന്നെ ഇൻഡിവിജ്വലൈസ്ഡ് കെയർ പ്ലാൻ, പിന്നെ ലോങ് ടേം കെയർ ഫെസിലിറ്റി ആൻഡ് പ്രൈമറിലി ഏജ് ഫ്രണ്ട്ലിനെസ് പറഞ്ഞു. അപ്പോൾ തന്നെ ഓരോ വ്യക്തിയും അവരുടേതായിട്ടുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്തം കാണുമല്ലോ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട്. പലപ്പോഴും ഈ പോളി ഫാർമസി പോലത്തെ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഈ പോളി ഫാർമസി എന്ന് പറയുന്നത് ശരിക്കും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരുപാട് മെഡിക്കേഷൻ എടുക്കുമ്പം എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ളതുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് സംഗതി പോളി ഫാർമസി?